ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ, നമ്മുടെ 12th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് DNA, അതേപോലെ ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള സെർച്ച്, RNA വേൾഡ്, റിപ്ലിക്കേഷൻ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ജീൻ എക്സ്പ്രഷൻ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു, പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ആവശ്യകത എന്താണ്, DNA ഫിംഗർ പ്രിന്റിംഗ്. ഇത്രയും ടോപ്പിക്സ് ആണ്. കുറച്ച് വലിയ ചാപ്റ്ററാണ് നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഇൻഹെറിറ്റൻസ് പാറ്റേണും ജനറ്റിക് ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് പാറ്റേണും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. മെൻഡൽ അദ്ദേഹത്തിന്റെ വർക്ക് അനുസരിച്ച് വർക്കിനെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻഹെറിറ്റൻസിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണെന്നും ആ ഫാക്ടർ എന്താണ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞുമില്ല. അതൊരു മോളിക്കുലാർ ലെവലിൽ തിങ്ക് ചെയ്യുകയും അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. പിന്നീട് ഒരു 100 വർഷക്കാലം ഈ ജനറ്റിക് മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള എന്താണ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളുമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അറ്റ് ലാസ്റ്റ് കണ്ടുപിടിച്ചാണ് DNA ആണ് ഈ പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ജനറ്റിക് മെറ്റീരിയൽ, ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന പേരൻസിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് എന്ന് മനസ്സിലാക്കി. ഈ DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് ജനറ്റിക് മെറ്റീരിയൽ. അത് മെജോറിറ്റി ഓർഗാനിസത്തിലെ DNA ആണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് RNA, ചില RNA വൈറസസിൽ കാണാറുണ്ട്. പക്ഷേ ആ വൈറസസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ്ങിന്റെ ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടൊക്കെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ മെജോറിറ്റി ഓർഗാനിസത്തിൽ നമുക്ക് പറയാം DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ. നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചർ, ന്യൂക്ലിക് ആസിഡ് എന്ന പോളിമേഴ്സിലെ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ DNAയുടെ സ്ട്രക്ചറും DNA എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കുന്നത്, DNA എങ്ങനെയാണ് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ കാണപ്പെടുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പിന്നീട് പഠിക്കുന്നത് DNA പറ്റിയിട്ട്. അതല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. DNA പറ്റി പഠിക്കുന്നത് നമ്മൾ ഈ DNA എങ്ങനെ പാക്ക് ചെയ്തേക്കുന്നു, DNA എങ്ങനെയാണ് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ കാണുന്നത്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത് കേട്ടോ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA, അതേപോലെ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA, ഇതാണ് 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ് ലിവിങ് സിസ്റ്റത്തിൽ കാണുന്നത്. ഈ DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൽ കാണുന്നുണ്ട്. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യും എങ്കിലും അത് ചില വൈറസസിൽ മാത്രമാണ് കാണുന്നുള്ളൂ. അതിൻ്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുക, അതായത് മെസ്സേജ് കണ്ടക്ട് ചെയ്യുക. ഇപ്പം DNAയിലാണല്ലോ ഈ പറയുന്ന കൺട്രോളിങ് ആക്ടിവിറ്റീസ്, അതായത് ആ ജനറ്റിക് ഇൻഫർമേഷൻസ് കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന DNAയിലാണ്. ആ DNAന്ന് ഇൻഫർമേഷൻ ക്യാരി ചെയ്തുകൊണ്ട് വരുന്ന മെസ്സഞ്ചർ ആയിട്ട് RNA ആണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത് അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്ന RNA tRNA ആണ് കേട്ടോ. നമ്മൾ പഠിക്കും അത്. സ്ട്രക്ചറൽ മോളിക്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അത് റൈബോസോമൽ RNA ആണ്. ചില കേസസിൽ കാറ്റലൈറ്റിക് മോളിക്യൂൾ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. കാറ്റലൈറ്റിക് മോളിക്യൂൾ എന്ന് പറയുന്നത് റൈബോസൈം ആണ്. അതായത് റൈബോസൈം എന്ന് പറയുന്നത് RNA എൻസൈമാണ്. RNA ക്യാൻ ആക്ട് ആസ് ആൻ എൻസൈം ദാറ്റ് ഈസ് കോൾഡ് ആസ് റൈബോസൈം. അപ്പോൾ റൈബോസൈം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് ഈ RNA. അപ്പോൾ സാധാരണ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന DNA ആണ്. ചില ഓർഗാനിസത്തിൽ RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് വൈറസിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെസ്സഞ്ചർ RNA ആയിട്ട് ആക്ട് ചെയ്യുന്നത്, സ്ട്രക്ചറൽ RNA ആയിട്ടും അതേപോലെ അഡാപ്റ്റർ മോളിക്യൂൾ ആയിട്ടും കാറ്റലിറ്റിക് മോളിക്യൂൾ ആയിട്ടും ഒക്കെ ആക്ട് ചെയ്യുന്നതാണ്. RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റൈബോസൈം എന്ന് പറയുന്നത്. നമ്മൾ 11th ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ് ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ. അതേപോലെ ഈ ന്യൂക്ലിയോടൈഡ് മോണോമേഴ്സ് ജോയിൻ ചെയ്ത് ന്യൂക്ലിക് ആസിഡ് പോളിമർ ആവാൻ വേണ്ടിയിട്ട് ഫോസ്ഫോ എസ്റ്റർ അല്ലെങ്കിൽ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് വേണം എന്നൊക്കെ നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന DNAയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നും DNA എങ്ങനെ ട്രിപ്ലിക്കേറ്റ് ചെയ്ത് ഡബിൾ ആവുന്നു എന്നും, അതേപോലെ തന്നെ എങ്ങനെ DNA RNA ഫോം ചെയ്യുന്നു എന്നും, DNA RNA ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ജനറ്റിക് കോഡ് എന്താണെന്നും, അതേപോലെ തന്നെ ജനറ്റിക് കോഡ് എങ്ങനെയാണ് അമിനോ ആസിഡ് സീക്വൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് ഈ അമിനോ ആസിഡ് സീക്വൻസ് കൂടിയിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നതെന്നും, അതേപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും, അതേപോലെ ഈ ജീൻ എക്സ്പ്രഷനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നും ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് കേട്ടോ. ദ ഡിറ്റർമിനേഷൻ ഓഫ്
കംപ്ലീറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഡിക്കേഡ്. അതായത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന വേറൊരു പോർഷനാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കംപ്ലീറ്റ്. അതായത് കംപ്ലീറ്റ് ന്യൂക്ലിക് ആസിഡിന് സീക്വൻസ് ചെയ്തിട്ടുണ്ട് ഹ്യൂമൻ ബീങ്സിൽ. അതിനെക്കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അത് കറക്റ്റ് ചെയ്യാനും ഒക്കെ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കൊണ്ട് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വന്നതോടുകൂടി ബാക്കി വേറെ കുറേ ഓർഗാനിസത്തിൻ്റെ ജീനോം സീക്വൻസിങ് ചെയ്ത് ആ ജീനോം സീക്വൻസിങ്ങിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജീൻ ഉണ്ടെങ്കിൽ അത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി അപ്ലൈ ചെയ്യാനും ഈ ഹ്യൂമൻ ജീനോം സീക്വൻസിങ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഡിസ്കഷൻ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് DNA-യുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മോളിക്യൂളായിട്ടുള്ള ലിവിങ് സിസ്റ്റത്തിലെ DNA-യുടെ സ്ട്രക്ചറിനെ പഠിച്ചിട്ടാണ് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ നമ്മൾ ഇതെന്തുകൊണ്ടാണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ കാരണം, എന്താണിത് RNA ആയിട്ടുള്ള റിലേഷൻ, ഇതൊക്കെ നമ്മൾ അടുത്ത സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. അത്രയും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ബുക്കിൽ. See here, in the previous chapter you have learned the inheritance patterns and the genetic basis of such patterns. At the time of Mendel, the nature of those factors regulating the pattern of inheritance was not clear. Over the next 100 years, the nature of the putative genetic material was investigated, culminating in the realization that DNA deoxyribonucleic acid is the genetic material, at least for the majority of organisms. In class 11, you have learned that nucleic acids are polymers of nucleotide. Deoxyribonucleic acid or DNA and ribonucleic acid or RNA are the two types of nucleic acid found in living system. DNA act as genetic material in most of the organisms. RNA, though it also act as a genetic material in some viruses, mostly functions as a messenger. RNA has additional role as well. It functions as adapter, structural and in some cases as catalytic molecule. In class 11, you have already learned the structure of nucleotide and the way these monomer units are linked to form nucleic acid polymers. In this chapter, we are going to discuss the structure of DNA, its replication, the process of making RNA from DNA by transcription, genetic code that determine the sequence of amino acids in a protein, the process of protein synthesis that is translation, and elementary basis of their regulation. The determination of complete nucleotide sequence of human genome during last decade has set in a new era of genomics. In the last section, the essential of human genome sequencing and its consequences will also be discussed in this chapter. Let us begin our discussion by first understanding the structure of the most interesting molecule in the living system, that is the DNA. In subsequent sections, we will understand that why it is the most abundant genetic material and what its relation is with RNA. ആദ്യം നമുക്ക് DNA എന്താണെന്ന് നോക്കാം. DNA എന്ന് പറയുന്ന ഒരു ലോങ് പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. കുറേ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡിന്റെ ഒരു ലോങ് പോളിമറാണ് DNA എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് ദ DNA ഡിറ്റർമൈൻ ചെയ്യുന്നത് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. അത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറിലാണെങ്കിലോ എത്ര പെയർ അല്ലെങ്കിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് അതിന്റെ ലെങ്ത് ഡിസൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഓരോ ഓർഗാനിസത്തിനും അതിന്റെ ലെങ്ത് വേരി ചെയ്യും കേട്ടോ. ഒരു സ്പീഷീസിലുള്ള ഓർഗാനിസത്തിൽ ഇത്ര ബേസ് പെയേഴ്സ് അതിന്റെ ക്രോമസോമിൽ ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ഫോർ ദാറ്റ്, ബാക്ടീരിയോഫേജ് 5X174 എന്ന ബാക്ടീരിയോഫേജ് 5X174 എന്ന ബാക്ടീരിയോഫേജിൽ 5386 ന്യൂക്ലിയോടൈഡ്സ് ആണ് അതിന്റെ DNAയിലുള്ളത്. കണ്ടോ, ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ് 5X174 എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് 5386 ന്യൂക്ലിയോടൈഡ് ആണ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ആണെങ്കിൽ എത്ര ബേസ് പെയേഴ്സ് ഉണ്ടെന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് അതിന്റെ ലെങ്ത്. ബാക്ടീരിയോഫേജ് ലാംഡയിൽ 48502 ബേസ് പെയേഴ്സ് ആണുള്ളത്. കണ്ട, ബേസ് പെയേഴ്സ് കൊടുത്തേക്കുന്നത്. ഇതൊരു ഡബിൾ ഹെലിക്കൽ DNA ആണ്, ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. എസ്ക്രീഷ്യ കൊളൈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അതിന് 4.6 × 10⁶ ബേസ് പെയേഴ്സ് ഉണ്ട്. അതേപോലെ ഹ്യൂമൻ ജീനോം എന്ന് പറഞ്ഞാൽ എന്താ, ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ഹ്യൂമൻ ക്രോമസോമിനെയാണ് ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. അതായത് ആ 23 ക്രോമസോം ഉണ്ടല്ലോ, അതിനെയാണ് ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ 22 ഓട്ടോസോംസും ഒരു X ക്രോമസോമും കൂടിയത് അതിന്റെ ജീനോം എന്ന് പറയുന്നത്. അതേപോലെ
മെയിലിൻ്റെ കേസിലാണെങ്കിൽ 22 ഓട്ടോസോംസും ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമും കൂടുന്നതാണ് അതിൻ്റെ ഒരു ജീനോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ദ DNA ഇൻ എനി ഓർഗാനിസം ഈസ് കോൾഡ് ആസ് ഇറ്റ്സ് ജീനോം. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിലെ ഹാപ്ലോയിഡ് DNA നമ്പർ DNA ലെങ്ത് എന്ന് പറയുന്നത് 3.3 × 10⁻⁹ ബേസ് പെയർസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡിപ്ലോയിഡിലോ 3.3 × 10⁹ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6.6 × 10⁻⁹ ബേസ് പെയർസ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ സ്ട്രക്ചറാണ്. ഒരു ലോങ് പോളിമർ ആയിട്ട് കാണുന്ന ഈ DNA സ്ട്രക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. DNA is a long polymer of deoxyribonucleotides. The length of DNA is usually defined as number of nucleotides or a pair of nucleotide referred to as base pair present in it. This also is the characteristic of an organism. For example, a bacteriophage known as 5X174 has 5386 nucleotide. Bacteriophage lambda has 48502 base pairs. Escherichia coli has 4.6 × 10⁻⁶ base pairs. And haploid content of human DNA is 3.3 × 10⁹ base pairs. Let us discuss the structure of such a long polymer. അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഞാൻ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കറിയാലോ ഒരു ന്യൂക്ലിയോടൈഡിൽ കാണുന്നത് എന്തൊക്കെയാണ്. അതൊരു ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ അതിനകത്ത് കാണുന്നത് ഡിയോക്സി റൈബോ ഷുഗർ, ഒരു ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ടാവും. എന്താ ഈ ഡിയോക്സി റൈബോ ഷുഗർ എന്ന് പറയുന്നത്? ഒരു പെൻറ്റോ ഷുഗറാണ്, 5 കാർബണാറ്റമുള്ള. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ, ഇതതിൻ്റെ സെക്കൻഡ് പൊസിഷൻ, തേർഡ്, ഫോർത്ത്. അതേപോലെ അവിടെ ഒരു CH2OH കൂടെ ഉണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ 5th പൊസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് 5ാമത്തെ കാർബണാറ്റം. അപ്പോൾ ഇതിൻ്റെ ഓരോ കാർബണാറ്റവും നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഇത് 1ാമത്തെ കാർബൺ, ഇത് 2ാമത്തെ കാർബൺ, ഇത് 3ാമത്തെ കാർബൺ, ഇത് 4ാമത്തെ കാർബൺ, അതേപോലെ ഇതാണ് 5ാമത്തെ കാർബൺ. സോ ഹിയർ ദിസ് ഈസ് എ ഡിയോക്സി റൈബോ ഷുഗർ. അതേപോലെ ഈ ഡിയോക്സി റൈബോ ഷുഗർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും. അതേപോലെ ഇത് ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതേപോലെ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഇവിടെ ഒരു ഹൈഡ്രജനും ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ ഇവിടെ CH2OH ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഈ സെക്കൻഡ് പൊസിഷനിൽ ഒരു പെൻറ്റോ ഷുഗറിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന് പകരം ഹൈഡ്രജൻ ആറ്റം ആണ് ഉള്ളതെങ്കിൽ അതിനെ ഡിയോക്സി റൈബോ ഷുഗർ എന്നാണ് പറയുന്നത്. ഡിയോക്സി റൈബോ ഷുഗർ എന്ന് പറയുന്നത് ദ സെക്കൻഡ് കാർബൺ ആറ്റം of the ribose sugar will be devoid of an oxygen. ഓക്സിജന്റെ ഒരു കുറവ് ഈ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഉണ്ടാവും. അതാണ് ഡിവോയിഡ് ഓഫ് ആൻ ഓക്സിജൻ ദാറ്റ് പ്രൊഡ്യൂസസ് ഡിയോക്സി റൈബോ ഷുഗർ. ഇനി ഇത് ഓക്സി റൈബോ ഷുഗർ ഓക്സി റൈബോ ഷുഗർ അല്ല, റൈബോ ഷുഗർ എങ്ങനെയാണ്? റൈബോ ഷുഗറിന്റെ കേസിൽ ഇത് നോക്കിക്കേ, ഫസ്റ്റ് കാർബൺ ആറ്റം ഈ പൊസിഷനിൽ വരുന്നതാണ്, സെക്കൻഡ് ഇതാണ്, തേർഡ് ഇതാണ്, ഫോർത്ത് ഇതാണ്, ഫിഫ്ത്ത് ഇവിടെ ഒരു CH2OH കൂടെ കാണും. ഇതാണ് ഇതിൻ്റെ 5th കാർബൺ ആറ്റം. ഇതിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. എന്തിന്? റൈബോ ഷുഗറിൻ്റെ കേസിൽ. അപ്പോൾ റൈബോ ഷുഗറിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും. ഡിയോക്സി റൈബോ ഷുഗറിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ആയിരിക്കും ഉണ്ടാവുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഡിവോയിഡ് ഓഫ് ആൻ ഓക്സിജൻ ആറ്റം ആണ്. ഈ ഓക്സിജൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായ എന്താണെന്നറിയോ? ആ ഒരു മോളിക്യൂള് ഹൈലി റിയാക്റ്റീവ് ആവും. ഇവിടെ റിയാക്ടിവിറ്റി കുറവാണ്. ഡിയോക്സി റൈബോ ഷുഗർ കുറച്ചും കൂടെ സ്റ്റേബിളാണ് റൈബോ ഷുഗറിനെ വെച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ഷുഗർ ചുമ്മാ അവിടെ ഇവിടെയും പോയി റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല റൈബോ ഷുഗറിനെ പോലെ. പക്ഷേ റൈബോ ഷുഗറിനോ റിയാക്ടിവിറ്റി കൂടുതലാണ്. കാരണം എന്താ? ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ട്. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേറെ ഒന്നുമായിട്ട് ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഇയാൾ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചരണ്ടി മാന്തി ഇരിക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളുകളുമായിട്ട് എന്തെങ്കിലും ഒരു അയോണിക് ബോണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്താനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ റൈബോ ഷുഗർ ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ചുമ്മാ ഒരാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കലവിൽ കൂട്ടിയിരിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവരുമായിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഇതിനോ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. കാരണം എന്താ? അതിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇറ്റ് ഈസ് നോട്ട് പ്രസന്റ്, ഓൺലി ഹൈഡ്രജൻ ഈസ് ദെയർ. ഈ ഹൈഡ്രജൻ വേറെ ആരുമായിട്ട് ഒരു റിയാക്ഷനും ചെയ്യാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പോ ടീച്ചറെ എന്ന് ചോദിച്ചാൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വേറെ മോളിക്യൂളുമായിട്ട് ജോയിൻ ചെയ്യുക, അത് ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. അത് ഞാൻ കാണിച്ചു തരാം.
ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുന്നതിൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണല്ലോ നമ്മൾ പറഞ്ഞുള്ളൂ. അതായത് ഡിയോക്സി റൈബോ ഷുഗർ മാത്രമല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ എങ്ങനെയാണ് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഡിയോക്സി റൈബോ ഷുഗറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ ഉണ്ടാവും ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടൊരു ഹൈഡ്രജൻ ആയിരിക്കും, ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും, ഇവിടെ വന്നിട്ടൊരു ഹൈഡ്രജൻ ആയിരിക്കും. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഈ സെക്കൻഡ് പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുമ്പോൾ വേറൊരു മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇയാളിങ്ങനെ വെറുതെ നിൽക്കുക. ഇയാളിങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ അയാൾ റിയാക്ട് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇയാൾ വേറൊരു മോളിക്യൂളുമായിട്ട് റിയാക്ഷൻ നടക്കാതെ നിൽക്കുന്ന മോളിക്യൂളാണ്. പക്ഷേ അതിന് റിയാക്ടിവിറ്റി കുറവാ, കാരണം ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് കേട്ടോ. അപ്പോൾ ഡിയോക്സി റൈബോ ഷുഗറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നോക്കിയേ, ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് ഒരു ഡിയോക്സി റൈബോ ഷുഗറും ഇവിടെ ഞാനൊരു റൈബോ ഷുഗറും വരച്ചിട്ടുണ്ട്. CH2OH ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ 2 OH 2 പൊസിഷനിൽ അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ മാറ്റി കളഞ്ഞു. അപ്പോൾ ഈ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് ഡിയോക്സി റൈബോ ഷുഗറും ഇതൊരു റൈബോ ഷുഗറുമാണ്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു ബേസ് അറ്റാച്ച് ചെയ്താൽ, ആ ബേസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്ന അഡിനിനാണ് കേട്ടോ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ അഡിനിൻ അറ്റാച്ച് ചെയ്തു, ഇവിടെ ഞാനൊരു അഡിനിൻ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഇതൊരു ന്യൂക്ലിയോസൈഡായിട്ട് മാറി. ഇതെന്താണ്? ഒരു ന്യൂക്ലിയോസൈഡാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഈ ന്യൂക്ലിയോസൈഡിൻ്റെ പേരാണ് ഡിയോക്സി അഡിനോസിൻ. ഇതൊരു ന്യൂക്ലിയോസൈഡാണ്. ഇതിൻ്റെ പേരാണ് ഡിയോക്സി അഡിനോസിൻ. അതേപോലെ ഇവിടെ നമ്മൾ അഡിനൈൻ ആഡ് ചെയ്തില്ലേ, അവിടെ അതും ഒരു ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്തു. ഈ ന്യൂക്ലിയോസൈഡിന്റെ പേരാണ് അഡിനോസിൻ. കാരണം എന്താ? അവിടെ ഡിയോക്സി ഇല്ലല്ലോ, ആ ഡിയോക്സി റൈബോ ഷുഗർ അല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അഡിനോസിൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ, അഡിനോസിൻ. ഇനി ഇവിടെ നോക്കിക്കേ, ഈ അഡിനിന് പകരം ഇനി ഗ്വാനിനാണ് ഇരിക്കുന്നത്. നോക്കട്ടെ, ഗ്വാനിനാണ് ഈ അഡിനിന് പകരം ഇവിടെ വന്നേക്കുന്നതെങ്കിൽ ഡിയോക്സി ഗ്വാനോസിനാവും. ഇത് ഡിയോക്സി ഗ്വാനോസിനാവും. ഞാൻ എഴുതണ്ടല്ലോ, ഡിയോക്സി ഗ്വാനോസിൻ, ഇത് ഗ്വാനോസിനാവും. അതേപോലെ തന്നെ ഇഫ് ദ തൈമിൻ ഈസ് പ്രസന്റ് ഇൻ ദിസ് റീജിയൻ, തൈമിനാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ഡിയോക്സി തൈമിഡിൻ അല്ലെങ്കിൽ ചുമ്മാ തൈമിഡിൻ എന്ന് പറഞ്ഞാലും മതി. കാരണം എന്താണെന്നറിയോ, ഈ തൈമിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് ഇവിടെ നൈട്രജൻ ബേസ് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ തൈമിഡിൻ എന്ന് പറഞ്ഞത് തന്നെ മനസ്സിലാവും, അത് ഡിയോക്സി തൈമിഡിനാണ്. അപ്പോൾ ഈ തൈമിഡിന് പകരം ഇവിടെ എന്താണ് വരുന്ന അറിയോ, അതിന് യുറാസിലാണ് ഇവിടെ വരിക. അതുകൊണ്ട് അതിന് യൂറിഡിൻ എന്ന് പറയാം. ഇത് നമുക്ക് യൂറിഡിൻ എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് സൈറ്റോസിനാ വരുന്നെങ്കിലോ ഡിയോക്സി സൈറ്റിഡിൻ എന്ന് പറയാം. സൈറ്റോസിനാണ് ഇവിടെ വരുന്നതെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ എന്നും സൈറ്റിഡിൻ എന്നും റെപ്രസെൻ്റ് ചെയ്യാം. ഡിയോക്സി സൈറ്റിഡിൻ ആൻഡ് സൈറ്റിഡിൻ. ഞാനിവിടെ എഴുതുന്നില്ല കേട്ടോ, പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം. ഡിയോക്സി അഡിനോസിൻ എ വരുമ്പോൾ, ഡിയോക്സി തൈമിഡിൻ ടി വരുമ്പോൾ, ഡിയോക്സി ഗ്വാനോസിൻ ജി വരുമ്പോൾ, ഡിയോക്സി സൈറ്റോസിൻ സി വരുമ്പോൾ കേട്ടോ. ഇനി ഈ തൈമിന് പകരം ഇവിടെ വരുന്ന യുറാസിലാണെങ്കിൽ അതിനെ നമ്മൾ യൂറിഡിൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയോസൈഡിൻ്റെ ഫോർമേഷൻ. ഈ ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ നൈട്രജൻ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു ബോണ്ട്, ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റോ ഷുഗറും നൈട്രജൻ ബേസും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. അത് രണ്ടിലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റോ ഷുഗർ ഇറ്റ് വിൽ കമ്പൈൻ വിത്ത് ദ ബേസ് ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി നോക്കിക്കേ, ഇതൊരു ന്യൂക്ലിയോസൈഡേ ആയിട്ടുള്ളൂ അല്ലേ. ഇനി അതൊരു ന്യൂക്ലിയോടൈഡ് ആവണം. ന്യൂക്ലിയോടൈഡ് ആവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ന്യൂക്ലിയോടൈഡ് ആവുമ്പോൾ സി ഹിയർ, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഇവിടെ വന്നിട്ട് ഒരു ഫോസ്ഫേറ്റ് അങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എവിടെ പോയി? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോയി. ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് ഫോസ്ഫോറിക് ആസിഡ് റിയാക്ട് ചെയ്തിട്ടാണ് എന്ത് അറ്റാച്ച് ചെയ്തത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്. അതേപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ തന്നെ സംഭവിക്കും. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോയിട്ട് എന്ത് ആഡ് ചെയ്യും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യും. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തേക്കുന്നത് എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ്? 5ാമത്തെ കാർബൺ ആറ്റത്തിലാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു ലിങ്കേജ് ഇത് ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ആണ് കേട്ടോ. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ആണ് ഇവിടെ കാണുന്നത്. ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ്.
ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ആണ് ഈ ഒരു ന്യൂക്ലിയോസൈഡും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ കാണുന്നത്. ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ന്യൂക്ലിയോസൈഡിന് എന്ത് കിട്ടുന്നറിയോ? അസിഡിക് നേച്ചർ കിട്ടും. അപ്പോൾ നമ്മൾ ഡിയോക്സി അഡിനോസിൻ എന്ന് പറയുന്നത് ഡിയോക്സി അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇതെന്താണ്? ന്യൂക്ലിയോടൈഡ് ആണ്. ഇത് ഒരു ന്യൂക്ലിയോടൈഡ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ് ഡിയോക്സി, ഇപ്പം ഇവിടെ അഡിനിൻ ആണെങ്കിൽ ഡിയോക്സി അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും. ഡിയോക്സി അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും. അഡിനിലിക്, അയ്യോ തെറ്റിപ്പോയി സ്പെല്ലിംഗ്. ഡിയോക്സി അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും. അതേപോലെ തന്നെ ഇവിടെ എന്തായിട്ട് മാറും? അപ്പോൾ നേരെ അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും. അഡിനിലിക് ആസിഡ് എന്ന് മതി. കാരണം എന്താ? അവിടെ ഡിയോക്സി റൈബോ ഷുഗർ അല്ല. അതേപോലെ തന്നെ ഡിയോക്സി തൈമിഡിലിക് ആസിഡ്, അതേപോലെ യൂറിഡിലിക് ആസിഡ്, അതേപോലെ ഡിയോക്സി സൈറ്റിഡിലിക് ആസിഡ്, അതേപോലെ ഡിയോക്സി ഗ്വാനിലിക് ആസിഡ്, അങ്ങനെ ഓരോ മോളിക്യൂളായിട്ട് മാറും. അതാണ് അതിൻ്റെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡ് ആവുമ്പോൾ ഇവിടെ ഒരു ഫോസ്ഫോഎസ്റ്റർ ലിങ്കേജും ഇവിടെ ഒരു എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജും ഉണ്ടാകുന്നത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഒരു ന്യൂക്ലിയോടൈഡിനെ കിട്ടി. ഇനി ഈ ന്യൂക്ലിയോടൈഡ്സ് തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യും എന്നും എങ്ങനെ അത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കും എന്നും നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഡിയോക്സി റൈബോ ഷുഗർ ഒരു നൈട്രജൻ ബേസുമായിട്ട് എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് കൊണ്ട് ബോണ്ട് ചെയ്തു. അപ്പോൾ ന്യൂക്ലിയോസൈഡായി. ഈ ന്യൂക്ലിയോസൈഡ് അതിൻ്റെ 5ാമത്തെ പൊസിഷനിൽ നിന്ന് ഫോസ്ഫോറിക് ആസിഡുമായിട്ട് ജോയിൻ ചെയ്ത് ന്യൂക്ലിയോടൈഡായി മാറി. ഈ ന്യൂക്ലിയോടൈഡ് അസിഡിക് നേച്ചറുള്ളതാണ്. കാരണം ഇതൊരു ഫോസ്ഫോറിക് ആസിഡാണ്. ഇത് ഹൈലി നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് ഇതിന് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. ഇതിൻ്റെ 5' എൻഡാണ്. കാരണം എന്താ? 5ാമത്തെ കാർബൺ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് കൊണ്ടാണ്. ഇനി ഇത് തമ്മിൽ എങ്ങനെ പോളിമേഴ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സി ഹിയർ, നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്നിരിക്കുന്നത് ഇതേപോലെയായിരിക്കും. അടുത്ത ന്യൂക്ലിയോടൈഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇതേപോലെയാണ്. ഇവിടെ 5ാമത്തെ പൊസിഷനിൽ ഒരു ഫോസ്ഫേറ്റ് ഇരിക്കുന്നുണ്ട്. ഈ ഫോസ്ഫോറിക് ആസിഡ് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെ നിന്ന് പോകും. അതിന് പകരം എന്തുണ്ടാവും? ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവും. അതേപോലെ നെക്സ്റ്റ് ഇവിടെ ഒരു അടുത്ത ബേസ് ഉണ്ടാവും. ഞാനിവിടെ ഗ്വാനിനാണ് എഴുതുന്നത് കേട്ടോ. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും. അടുത്ത ന്യൂക്ലിയോടൈഡ് ഇവിടെ വന്നു. ഈ ന്യൂക്ലിയോടൈഡിൽ എന്തുണ്ടാവും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഇവിടുത്തെ 3ാമത്തെ കാർബണാറ്റത്തിലിരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈ ഫോസ്ഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തായി? ഇവിടെ ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്തു. പിന്നെ വീണ്ടും അടുത്ത ഇതിനകത്ത് ഞാൻ വരച്ചു വയ്ക്കുന്ന തൈമിനാണ് ഇവിടെ ഉള്ള നൈട്രജൻ ബേസ് എന്നിരിക്കട്ടെ. ഇനി അടുത്ത ന്യൂക്ലിയോടൈഡ് ഈ പൊസിഷനിലായിരിക്കും വരുന്നത്. ഈ പൊസിഷനിലിരിക്കുന്ന ന്യൂക്ലിയോടൈഡ് ഇവിടുത്തെ 5ാമത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പായിട്ട് ഇതിൻ്റെ 3ാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് റിയാക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ആയി. അതേപോലെ തന്നെ ഇവിടെ അടുത്ത ഒരു ബേസ് വന്നു, അതായത് സൈറ്റോസിൻ. കണ്ടോ? ഇവിടെ ഇങ്ങനെ ഈ ചെയിൻ നീണ്ടുപോകും കേട്ടോ. ഈ ചെയിൻ നീണ്ടുപോകുമ്പോൾ ഇത് 2 ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ഇവിടെ ഉണ്ടാവും, അതുകൊണ്ട് ഈ 2 ബോണ്ടിനെയും കൂടി കൂടിയിട്ട് നമ്മൾ എന്ത് പറയും? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയാം. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയാം കേട്ടോ. ഇനി ഈ ഇങ്ങനെ റൺ ചെയ്യുന്ന ഇതിൻ്റെ ഈ എൻഡ് 5' എൻഡും അതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ ഫ്രീ എൻഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രീ എൻഡ് 3' എൻഡുമാണ്. ഇനി നമുക്കറിയാലോ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലാണ് ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റത്തിൽ ഇരിക്കുന്ന ഈ അഡിനിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള തൈമിൻ അഡിനിൻ്റെ നേരെ തിരിഞ്ഞിരിക്കണം. അഡിനിൻ്റെ നേരെ തിരിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ ഫസ്റ്റ് കാർബണാറ്റം ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം, ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കണമെങ്കിൽ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഇപ്പുറത്ത് വരുമ്പോൾ അത് തലകുത്തനെ ഇരിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സി ഹിയർ, ഇവിടെയായിരിക്കും എന്തിരിക്കുന്നത്? തൈമിനിരിക്കുന്നത്. സി, അഡിനിനും തൈമിനും. ഈ അഡിനിനും തൈമിനും കൂടി കൂടിയിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാക്കും. ഇതിന് ഹൈഡ്രജൻ ബോണ്ട്, ഇതാണ് ഹൈഡ്രജൻ ബോണ്ടാണ് ഈ ഉണ്ടാകുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത് അല്ലേ? ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് പെയർ ചെയ്യുമ്പോൾ യു ക്യാൻ സി എ സ്ട്രക്ചർ ലൈക്ക് ദിസ്. ഇവിടെ സൈറ്റോസിൻ,
ഇവിടെ ഗ്വാനിനും സൈറ്റോസിനും കൂടി 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈഡ് എന്തായിരിക്കും? ഇത് ഒന്നാമത്തെ കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ, ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ കാർബൺ, ഇതിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഇവിടെ എന്താണ്? അതിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതിൻ്റെ മൂന്നാമത്തെ കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ ഇവിടെയായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ന്യൂക്ലിയോടൈഡ് എവിടെ അറേഞ്ച് ചെയ്യും? ഇത് തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ 5ാമത്തെ പൊസിഷൻ. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് ഇതിൻ്റെ 3ാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമായിട്ട് പെയർ ചെയ്യാം. ഇവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ദെൻ എഗെയിൻ നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് ഇതിൻ്റെ 3ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇതിങ്ങോട്ട് പെയർ ചെയ്യും. അതേപോലെ ഈ ഒരു റീജിയനിലുള്ള ഇത് ഗ്വാനിനുമായിട്ട് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഉണ്ടാക്കും. ഇത് തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഇതിൻ്റെതായി ഈ ഒരു പൊസിഷനിലിരിക്കുന്ന ഫോസ്ഫേറ്റ് ഫ്രീ ആയിരിക്കും. ഈ ഫോസ്ഫേറ്റ് എത്രാമത്തെ പൊസിഷനിലായിരിക്കുന്നത്? 5'. ഇത് ഈ ഹൈഡ്രോക്സിലോ 3'. So here we can say this DNA structure, it is a double helical structure, and we can see the double helical structure in which nitrogen bases, complementary nitrogen bases are getting paired. Adenine, it will get paired with thymine, guanine get paired with cytosine. അപ്പോൾ അഡിനിനും തൈമിനും തമ്മിൽ ഉണ്ടാക്കുന്ന പെയർ 2 ഹൈഡ്രജൻ ബോണ്ടാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത്. അതേപോലെ ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവാൻ ഉള്ള കാരണം. പിന്നെ ഈ 2 ചെയിനും എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്, ഇതും ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിനാണ്. ഇതിൻ്റെ 5' എൻഡ് ഇവിടെ ഫ്രീ ആയിരിക്കും, ഇതിൻ്റെ 3' എൻഡ് ഇവിടെ ഫ്രീ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെയിൻ റൺ ചെയ്യുന്നത് 5', 3' ഡയറക്ഷനിലായിരിക്കും. എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? 5', 3' ഡയറക്ഷനിലായിരിക്കും. ഇനി ഇത് 3' ഡയറക്ഷൻ, ഇത് 3' എൻഡായിരിക്കും, ഇത് 5' എൻഡായിരിക്കും. അപ്പോൾ ഇത് റൺ ചെയ്യുന്നതോ 3', 5' ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത് റൺ ചെയ്യുന്ന 3', 5' ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ദീസ് 2 strands it is running anti-parallelly. ഒന്ന് 5', 3', ഒന്ന് 3', 5' ഡയറക്ഷനിൽ റൺ ചെയ്യും. സോ ഹിയർ വി ക്യാൻ സേ the 2 strands are running anti-parallelly എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ അതിനകത്ത് ടേക്ക് പാർട്ട് ചെയ്തേക്കുന്ന ബോണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്, എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഹൈഡ്രജൻ ബോണ്ട്. ഇത്രയും ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി RNAയുടെ കേസിലാണെങ്കിലോ, RNAയുടെ കേസിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അടുത്ത ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യും. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആട്ടോ, സാധാരണയായിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ അവിടുന്ന് പോയി, ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടുന്ന് പോയി, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അത് അവിടുന്ന് പോയിട്ട് അവിടെ എന്താണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ന്യൂക്ലിയോടൈഡ് അടുത്ത പൊസിഷനിൽ അറ്റാച്ച് ചെയ്യും. അടുത്ത പൊസിഷനിൽ അടുത്ത ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ 3ാമത്തെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അതാ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഫ്രീ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ 5' എൻഡും ഇത് ഇതിൻ്റെ 3' എൻഡും ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 5' എൻഡ് ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ട് നിൽക്കും, 3' എൻഡ് അടുത്ത ഭാഗത്ത് ഫ്രീ ആയിട്ടിരിക്കും. ഇത് 5', 3' ഡയറക്ഷനിൽ റൺ ചെയ്യുന്ന ഒരു RNA സ്ട്രാൻഡ്. സാധാരണയായിട്ട് ഇത് പെയർഡ് ആവാറില്ല. കണ്ടോ, യുറാസിലാണ് ഞാനിവിടെ വരച്ചു വെച്ചേക്കുന്നത്, തൈമിന് പകരം. അതേപോലെ തന്നെ ഗ്വാനിൻ വരാം. അതിനകത്ത് ബേസ് പെയറിങ് സാധാരണയായിട്ട് നടക്കാറില്ല. കോംപ്ലിമെൻറ്റാരിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ വളഞ്ഞ് വന്ന് ഒരു എന്താ പറയുക കോംപ്ലിമെൻ്ററി ബേസസ് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നു എന്നല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ടൊരു ബോണ്ട് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ DNA സ്ട്രാൻഡിൻ്റെ DNAയുടെ ബാക്ക് ബോൺ എന്തായിട്ട് വരും? ഈ ഫോസ്ഫേറ്റും ഷുഗറുമാണ് അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നത് അല്ലേ. ഇതിൻ്റെ നൈട്രജൻ ബേസ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത് ഈ DNAയുടെ ബേസ് കേട്ടോ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ നമ്മുടെ എന്താണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ ഈ സെഷൻ ഒരുപാട് നീണ്ടുപോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ. Structure of polynucleotide chain. Let us recapitulate the chemical structure of a polynucleotide chain, DNA or RNA. A nucleotide has 3 components: a nitrogenous base, that is this one, a pentose sugar, ribose in case of RNA, deoxyribose for DNA. കണ്ടോ, ഇതാണ് deoxyribose എന്ന് പറയുന്ന, ഇതാണ് ribose എന്ന് പറയുന്ന സ്ട്രക്ചർ. And a phosphate group. See here, phosphate group or phosphoric acid.
കേട്ടോ. ദർ ആർ ടു ടൈപ്സ് ഓഫ് നൈട്രോജീനസ് ബേസ് ലൈക്ക് പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസ് എന്നും പിരിമിഡിൻസ് എന്നും രണ്ട് തരത്തിലുള്ള നൈട്രോജീനസ് ബേസസ് ഉണ്ട്. പ്യൂരിൻസിൽ വരുന്നതാണ് അഡിനിനും ഗ്വാനിനും. ആ നൈട്രോജീനസ് ബേസസ് ആണ് ഇത് അവിടെ എഴുതിയേക്കുന്നത്. ഈ അഡിനിൻ ഒരു പ്യൂരിനാണ്, ഗ്വാനിനും ഒരു പ്യൂരിനാണ്. പിരിമിഡിൻസ് വന്നിട്ട് സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിനാണ്. സൈറ്റോസിനും തൈമിനും DNA കാണുന്നതും സൈറ്റോസിനും യുറാസിലും RNA കാണുന്നതും ആണ്. അതായത് യുറാസിൽ RNA മാത്രവും തൈമിൻ DNA മാത്രം കാണും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. യുറാസിൽ RNA തൈമിന്റെ പ്ലേസിൽ കാണുന്നതാണ് കേട്ടോ. തൈമിന് പകരം യുറാസിലാണ് വരുന്നത്. എ നൈട്രോജീനസ് ബേസ് ഇസ് ലിങ്ക്ഡ് ടു ദ ഹൈഡ്രോക്സിൽ ഓഫ് ഫസ്റ്റ് കാർബൺ ഓഫ് പെന്റോ ഷുഗർ ത്രൂ N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ടു ഫോം എ ന്യൂക്ലിയോസൈഡ്. ഈ പെന്റോ ഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ N ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി നൈട്രോജൻ ബേസ് ജോയിൻ ചെയ്യുമ്പോൾ ആണ് ഒരു ന്യൂക്ലിയോസൈഡ് ഉണ്ടാകുന്നത്. ആ ന്യൂക്ലിയോസൈഡ് 4 തരത്തിലാണ്. അഡിനോസിൻ അല്ലെങ്കിൽ ഡിയോക്സി അഡിനോസിൻ, ഗ്വാനോസിൻ അല്ലെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ, സൈറ്റിഡിൻ അല്ലെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ, യൂറിഡിൻ അല്ലെങ്കിൽ ഡിയോക്സി തൈമിഡിൻ. ഇനി അതിനകത്തേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ വെൻ എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക്ഡ് ടു ദ ഹൈഡ്രോക്സിൽ ഓഫ് 5' കാർബൺ ഓഫ് എ ന്യൂക്ലിയോസൈഡ് ത്രൂ ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് എ കറസ്പോണ്ടിങ് ന്യൂക്ലിയോടൈഡ് ഓർ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഷുഗർ പ്രസന്റ് ഈസ് ഫോംഡ്. ഒരു ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. അതായത് ഇവിടെ ഒരു ഫോസ്ഫേറ്റും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഒരു ഡിയോക്സി അഡിനൈലിക് ആസിഡ് അല്ലെങ്കിൽ ഡിയോക്സി ഗ്വാനിലിക് ആസിഡ് അല്ലെങ്കിൽ ഡിയോക്സി തൈമിഡിലിക് ആസിഡ് അല്ലെങ്കിൽ ഡിയോക്സി സൈറ്റിഡിലിക് ആസിഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഗ്വാനിലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ് അല്ലെങ്കിൽ അഡിനിലിക് ആസിഡ് ആയിട്ട് മാറും RNA കേസിൽ കേട്ടോ. അപ്പോൾ ഒരു ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത് ഷുഗറിൻ്റെ 5ാമത്തെ പൊസിഷനിൽ ഒരു ഫോസ്ഫോറിക് ആസിഡും കൂടി അറ്റാച്ച് ചെയ്യുമ്പോഴാണ്. ഇനി രണ്ട് ന്യൂക്ലിയോടൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് 3' 5' ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് വഴിയാ. കണ്ടോ, ഇത് 3ാമത്തെ പൊസിഷൻ അല്ലേ, ഇത് 5ാമത്തെ പൊസിഷൻ അല്ലേ. 3' 5' ഫോസ്ഫോ എസ്റ്റർ ലിങ്കേജ് ആണ് ഇവിടെ കാണുന്നത്. അതിന് നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് എന്ന് പറയുകയാണ് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം അവിടെ 2 എസ്റ്റർ ബോണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഡൈഎസ്റ്റർ എന്ന് എഴുതിയേക്കുന്നത് 3' 5' ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ഫോം ചെയ്യും ഡൈന്യൂക്ലിയോടൈഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ കുറേ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്യാം. ഈ ഒരു ഇതേപോലെ തന്നെ ഒരു പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യാം. അതേപോലെ ഉണ്ടാകുന്ന ഈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നതിന് ഒരു എൻഡ് ഫ്രീ ആയിരിക്കും. ആ ഒരു എൻഡ് 5' എൻഡും മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് ഫ്രീ ആയിട്ടുള്ളത് 3' എൻഡുമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഫോസ്ഫേറ്റ് moiety at 5' end of sugar which is referred to as 5' end of the polynucleotide chain. അതേപോലെ at the other end of the polymer the sugar has a free hydroxyl group of 3' carbon group which is referred to as 3' end of the polynucleotide chain. The backbone of polynucleotide chain is formed due to sugar and phosphate. നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ ദ നൈട്രോജീനസ് ബേസ് ലിങ്ക്ഡ് ടു ഷുഗർ moiety പ്രോജക്റ്റ് ഫ്രം ദ ബാക്ക് ബോൺ. അതായത് നൈട്രോജീനസ് ബേസ് ഷുഗർ moietyന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ആ ബാക്ക് ബോണിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് നീണ്ടാണ് കാണുന്നത്. അതിൻ്റെ ഡയഗ്രാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഹിയർ നമ്മളും അതിൻ്റെ ആ ഒരു ഡയഗ്രാം വരച്ചിരുന്നു. എന്നാലും ഹിയർ ഫോസ്ഫേറ്റും ഷുഗറും ഇതാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ബേസസ്. നമ്മൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വരുമ്പോൾ ബേസസ് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതും എന്നും കാണിച്ചു അല്ലെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ കൊടുത്തേക്കുന്നത് നോക്കിയാ. In RNA, every nucleotide residue has an additional hydroxyl group present at 2' position in the ribose. RNA-യിൽ സെക്കൻഡ് പൊസിഷനിൽ ഒരു എല്ലാ സെക്കൻഡ് പൊസിഷനിലും എല്ലാ റൈബോ ഷുഗറിലും സെക്കൻഡ് പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇൻ RNA the uracil is found at the place of thymine. ദാറ്റ് ഈ തൈമിൻ എന്ന് പറയുന്ന 5-methyl യുറാസിലാണ് കേട്ടോ. യുറാസിലിൻ്റെ 5ാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൈമിനാവും കേട്ടോ. അതുകൊണ്ട് തന്നെ തൈമിനെ നമുക്ക് 5-methyl യുറാസിൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ യുറാസിൽ തൈമിന് പകരം യുറാസിൽ വരുമ്പോൾ എന്താണെന്നറിയോ, ആ യുറാസിലിൻ്റെ 5ാമത്തെ കാർബണാറ്റം റെഡി ആയിട്ടിരിക്കുക ഒരു മീഥൈൻ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യാൻ. അപ്പോൾ എന്താ ഈ അതിൻ്റെ 5ാമത്തെ കാർബൺ റിയാക്റ്റീവ് അല്ലേ. അപ്പോൾ യുറാസിൽ തൈമിനേക്കാൾ റിയാക്റ്റീവ് ആയതുകൊണ്ട് യുറാസിലിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അതും നിങ്ങളുടെ മനസ്സിലിരുന്നോളാം കേട്ടോ. അപ്പോൾ DNA-യിൽ ഡിയോക്സി റൈബോ ഷുഗർ ഉള്ളതും തൈമിനുള്ളതും അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടും. RNA-യിൽ യുറാസിലുള്ളതും അതുപോലെ റൈബോ ഷുഗർ ഉള്ളതും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും എന്ന് ഓർത്തിരിക്കുക കേട്ടോ.
അപ്പോൾ ഇത്രയും പഠിച്ചാൽ നമ്മൾ ഈ ഒരു സെഷനിൽ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാം ഈ അസിഡിക് ന്യൂക്ലിയസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നും അതേപോലെ തന്നെ ഈ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ സ്ട്രക്ചർ എന്നും ഒക്കെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം. ഓക്കെ.